ഇപ്പോൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ പ്രധാനമായിട്ട് പ്രതിപക്ഷം അല്ലെങ്കിൽ UDF ഉന്നയിച്ചിരിക്കുന്ന ഒരു ആക്ഷേപം CPM-ഉം BJP-യും തമ്മിൽ ഒരു ഡീലുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിൽ ഇപ്പോൾ പാലക്കാടാണ് ഈ സതീശനടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാലക്കാട് താരതമ്യേന അറിയപ്പെടാത്ത ഒരു ബിസിനസ്സുകാരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അതേസമയം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കേണ്ട സമയത്ത് ശോഭാ സുരേന്ദ്രൻ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. അവർക്ക് വിജയസാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ആളെ കൊണ്ടുവന്നിരിക്കുന്നു, ഒരു ബിസിനസ് വ്യവസായിയെ. പാർട്ടിയുടെ വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ്സിനെ നിർത്താമായിരുന്നു. അതുമാത്രമല്ല 2020-യുമായിട്ട് ചേർന്നുകൊണ്ട് BJP പലയിടത്തും സ്ഥാനാർത്ഥികളെ കൊടുത്തിരിക്കുന്നു. അത് BJP-ക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ 2020-യെ മുന്നിൽ നിർത്തി CPM-നെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിർത്തിയിട്ടുള്ള 140 സ്ഥാനാർത്ഥികളും ആ ഓരോ സീറ്റിലും ഏറ്റവും അനുയോജ്യരാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പുരോഗമന മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ മുമ്പ് ഞങ്ങൾ പല സീറ്റുകളിലും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് രമേശ് പിഷാരടിയെ കുറിച്ച് ചോദിക്കാമല്ലോ. എന്താ ഒരു രാഷ്ട്രീയ രംഗത്തുള്ള ഒരാളെ നിർത്തിയില്ല എന്നുള്ളത് അവിടെ തന്നെ ചോദിക്കാമല്ലോ. അല്ല, തിരിച്ചൊരു ചോദ്യമുള്ളത് ഇപ്പോൾ ചാലക്കുടി സീറ്റിൽ ഇന്നസെൻറ്റിനെ കൊണ്ടുവന്നതും താങ്കൾ തന്നെ ഇടപെട്ട് നടൻ മുരളിയെ സ്ഥാനാർത്ഥിയാക്കിയതും അതുപോലെ തന്നെ ഒരുപാട് സിനിമാ താരങ്ങളെയും ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കിയത് താങ്കളുടെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ മറ്റേ തോമസ് ഐസക്ക് കോമാളി എന്ന് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടായതാണ്. അതേക്കുറിച്ച് കൂടി താങ്കളുടെ ഒരു അഭിപ്രായം അറിഞ്ഞേക്കൊള്ളാം. അതിനെക്കുറിച്ച് തോമസ് ഐസക്ക് തന്നെ വിശദീകരിച്ചു. താൻ നടത്തിയ പദപ്രയോഗത്തിനകത്ത് അദ്ദേഹത്തിന് വിഷമമുണ്ടെങ്കിൽ പിന്നെ ക്ഷമിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ തോമസ് ഐസക്ക് വിമർശന വിധേയനാക്കിയ പാലക്കാട് പിന്നെ സ്ഥാനാർത്ഥിയുടെ ഒരു അവതരണം ഞാൻ കേട്ടു. എന്താ അദ്ദേഹം പറഞ്ഞത്? താങ്കൾ അന്താരാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആളായതുകൊണ്ട് എന്നെക്കാളും ഇത് പഠിച്ചിട്ടുള്ള ആളാണ് ജെയിംസ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം അവതരിപ്പിച്ചത് എന്താ, ഇവിടെ കുറേ ആളുകൾ അവിടെ ഇറാനെ ആക്രമിച്ചു, അമേരിക്ക ഇത് ചെയ്തു, പാലസ്തീൻ എങ്ങനെയാണ്, ഇസ്രയേൽ എങ്ങനെയാണെന്നൊക്കെ പറയും. ഇതിന് വല്ല പ്രസക്തിയുണ്ടോ? ഇവിടെ അതാണോ പറയേണ്ടത്? ഇപ്പോൾ ഇവിടെ പാചകവാതകത്തിൻ്റെ പിന്നെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, പല റെസ്റ്റോറൻറ്റുകളും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീ രമേശ് പിഷാരടി എങ്ങനെ അവതരിപ്പിച്ചത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പറഞ്ഞു നടക്കുന്നത്. ഞാനതൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം. എത്ര ഉപരിപ്ലവമായ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ശ്രീ രമേശ് പിഷാരടിയുടെ ചില പ്രതികരണങ്ങൾ കേട്ടിട്ടാണ് തോമസ് ഐസക്ക് രോഷാകുലനായിട്ട് പ്രതികരിച്ചത്. പക്ഷേ താൻ നടത്തിയ പദപ്രയോഗം വേദനിപ്പിച്ചതിൽ അദ്ദേഹം പിന്നെ തോമസ് ഐസക്ക് ദുഃഖവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.